ഹായ് ഓൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വർഷത്തെ ഒരു പുതിയ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ഒരു രാവിലെ മുതൽ ഉച്ചവരെ ഉള്ളൊരു വ്ളോഗാണ്. നെട്ടി വലിച്ചിട്ടൊന്നും കൊണ്ടുപോകുന്നില്ല. ഞാൻ പൊതുവേ ഫുൾ ഡേ വ്ളോഗ് എടുക്കലെല്ലാം കുറവാണ്, കാരണം എനിക്ക് പറ്റില്ല. ഞാൻ വിചാരിക്കലുണ്ട് ഫുൾ ഡേ എല്ലാം എടുക്കുന്ന ആൾക്കാർ സമ്മതിക്കണം, അത്രയും എഫേർട്ട് എടുക്കണം. ഇന്നത്തെ മെയിൻ ആയിട്ടുള്ളത് ഉള്ളിയൊന്നും വയറ്റാണ്ട് ഒരു അടിപൊളി ചിക്കൻ കറിയും നെയ്ച്ചോറുമാണ് ഞാൻ ഇന്ന് ഉച്ചക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ചമ്മന്തി ഉണ്ട്. അപ്പം നമുക്ക് തുടങ്ങിയാലോ. രാവിലെ എന്ന് വെച്ചാൽ അതിരാവിലെ ഒന്നും അല്ല കേട്ടോ എണീച്ചത്, കാരണം ന്യൂ ഇയർ ആയതുകൊണ്ട് ലീവാണ്, മക്കൾസിന് സ്കൂളും ഇല്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ലേറ്റായാൽ പിന്നെ നമ്മളൊന്നും നോക്കൂല, വേഗം പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പുട്ടുപൊടിയുണ്ട്, അതിൽ ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പുട്ടുണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാലോ അല്ലേ. നമ്മൾ ഈ പുട്ടും കുറ്റീൻ്റെ അടിയിൽ തേങ്ങ ഇട്ട് അതിൻ്റെ മുകളിൽ പുട്ടുപൊടി ഇട്ട് ഇങ്ങനെ ലെയറായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഈ കുക്കറിൻ്റെ മുകളിലാണ് പുട്ടും കുറ്റി വെച്ചിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എങ്ങനെ വെച്ചത് എന്നുള്ളത്. കുക്കറിന് വിസിലെടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് പുട്ടും കുറ്റി വെച്ചിട്ടുള്ളത്. പിന്നെ ആവി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആയി കിട്ടും. കുക്കറിൻ്റെ ഉള്ളിൽ വെള്ളം വെക്കണം. പുട്ടാവുന്ന ടൈം കൊണ്ട് നമുക്ക് ചായ വെക്കാമെന്ന് വെച്ചു. ഞാൻ ചായ ചെമ്പിൽ പാൽ ചായ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേറെ കെറ്റിൽ കട്ടൻ ചായ വെക്കുന്നുണ്ട്. മക്കൾസും ഞാനും കട്ടൻ ചായയാണ്, ഹസ്ബൻഡ് പാൽ ചായയാണ്. അപ്പം പാൽ ചായക്ക് വേണ്ടിയിട്ട് ഗ്യാസ് മേൽ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ അലക്കാനിടലാണ്, കാരണം പെട്ടെന്നൊന്നും ഉണങ്ങി കിട്ടൂല കേട്ടോ. വിൻ്റർ ആയതുകൊണ്ട് 2 ദിവസമെല്ലാം എടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തിട്ട് വേഗം എടുത്ത് മാറ്റും കേട്ടോ, ഉണങ്ങിയതെല്ലാം നോക്കിയിട്ട്. അങ്ങനെ അതാടെ ഇട്ടതിന് ശേഷമാണ് ഞാൻ ചായ നോക്കുന്നത്. ചായയിൽ ചായപ്പൊടി ഇടാൻ മറന്നുപോയിട്ടുണ്ട്. അപ്പം ചായപ്പൊടിയും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട്. തീ കുറച്ചിട്ട് കുറുക്കിയാണ് എടുക്കുക, കാരണം കടുപ്പത്തിലാണ് വേണ്ടത്. ഇപ്പുറത്ത് നമ്മളെ പുട്ട് റെഡി ആയിട്ടുണ്ട്, ആവിയെല്ലാം വന്നിട്ടുണ്ട്. അപ്പം ഞാനത് എടുത്ത് മാറ്റുന്നുണ്ട്. പെർഫെക്റ്റ് പുട്ടാണ് കേട്ടോ, നല്ല സോഫ്റ്റ് ഉണ്ട്. ഇപ്പം ഞാൻ മേടിക്കുന്നത് നെസ്റ്റോയിലുള്ള മൂന്നാറിന്നുള്ള പുട്ടുപൊടിയാണ്. ആദ്യം അജ്മി പിന്നെ മലബാർ അങ്ങനെയല്ലേനും ഉപയോഗിക്കൽ. അതും കറക്റ്റ് നല്ല പഞ്ഞി പോലത്തെ പുട്ടാണ്. ഇവിടെ മക്കൾക്ക് പുട്ടാണെങ്കിൽ പഴമാണ് വേണ്ടത്. ഫിലിപ്പീനി പഴം മേടിക്കും. അങ്ങനെ പുട്ടും പഴമാണ് രാവിലെ അവർ കഴിച്ചിട്ടില്ല, കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. നമ്മുടെ 2 ചായ റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേബിൾ മേലെ കൊണ്ടാക്കുന്നുണ്ട്. ഇനിയും പുട്ട് ആയിക്കഴിഞ്ഞാൽ ഓരോന്ന് എടുത്തിട്ട് പ്ലേറ്റിലോട്ടേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പം ഇന്നലത്തെ കടലക്ക കറിയിലുണ്ട്, അതും കൂടി വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിന് അമ്മന് നെസ്റ്റോ പോയിട്ട് സാധനം എല്ലാം വാങ്ങിയിട്ടുണ്ട്, കാരണം ഉച്ചക്കേക്കുള്ള സാധനം എല്ലാം വേണ്ടതുണ്ട്. ഓഫർ ഉള്ളതുകൊണ്ട് ഞാൻ ഓഫർ നോക്കിയിട്ടാണ് സാധനം മേടിക്കുക. ഇവിടെ വ്യാഴം വെള്ളി ശനി ഓഫേഴ്സ് ഉണ്ടാവും. പുട്ടുപൊടി കുറച്ചേനും ഉണ്ടായിട്ടുള്ളൂ, അപ്പം വീണ്ടും മേടിച്ചിട്ടുണ്ട്. ഇതാണ് ആ പുട്ടുപൊടി. പിന്നെ ഓറഞ്ച്, ക്യാരറ്റ്, തക്കാളി, അതുപോലെ തന്നെ മുന്തിരി, അങ്ങനെ ഓഫറെല്ലാം ഉള്ളത് നോക്കിയിട്ട് മേടിച്ചിട്ടുണ്ട്. പിന്നെ സ്ട്രോബെറി ഇവിടെ 2.99 ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്ട്രോബെറി മേടിക്കലുണ്ട്. ആദ്യം 14 ദിറംസിലായതുകൊണ്ട് ആ ടൈമിന് മേടിക്കലേ ഇല്ല. ഇപ്പം എനിക്ക് തോന്നുന്നത് സീസണാന്ന് തോന്നുന്നു, അതുകൊണ്ട് തന്നെ അത് ഇടയ്ക്ക് മേടിക്കുന്നുണ്ട്. അതുപോലെ പപ്പായ, നമ്മൾ കർമൂസ് എന്ന് പറയും, അതും മേടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പഴുപ്പുണ്ട്. ഈ ഒരു പപ്പായ നല്ല മധുരമുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ചിട്ടില്ല, കാരണം ഷോപ്പിൽ നിന്നെല്ലാം മേടിക്കുമ്പോൾ ചിലപ്പോൾ മധുരമൊന്നും ഉണ്ടാവില്ല. ഇതിന് മുന്നേ ഒമാനിൽ പോയി വരുന്ന സമയത്ത് പപ്പായ മേടിച്ചപ്പോൾ നല്ല മധുരമുണ്ട്, വലിപ്പവും ഉണ്ടേനും. അവിടെ ഉണക്ക ഓല കൊണ്ട് ഉണ്ടാക്കിയ ഒരു കുഞ്ഞു മാർക്കറ്റ് ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു ഗ്രാമീണ ഭംഗിയുള്ള ഒരു മാർക്കറ്റാണ്. അവിടെ നിന്നാണ് പപ്പായയും ഇളനീനും കൊണ്ടുവന്നതിനേനും. അപ്പം നല്ല മധുരം ഉണ്ടേനും. അത് ഖരീഫ് സീസണിൽ പോയ സമയത്ത് മേടിച്ചതാണത്. ഖരീഫ് സീസണിൽ ഞാൻ പോയ വ്ളോഗ് ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു വ്ളോഗ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ തന്നെ ഉണ്ട്. ആരെങ്കിലും അവിടെ പോയാലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. അതുപോലെ ഈ ഒരു മാർക്കറ്റിലെല്ലാം പോയിട്ടുണ്ടെങ്കിൽ. പിന്നെ ഉച്ചക്കത്തെ കറിക്ക് ചിക്കൻ മേടിച്ചിട്ടുണ്ട്, അതുപോലെ മുട്ട മേടിച്ചിട്ടുണ്ട്. 30 ഞാൻ എപ്പോൾ മേടിക്കൽ. അത് തീരുമ്പം അടുത്ത മുട്ട ഇതുപോലെ 30 മേടിക്കും, കറിക്കും അതുപോലെ സ്നാക്സിനെല്ലാം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഞാൻ മേടിച്ചതിൻ്റെ എല്ലാം കറക്റ്റ് പ്രൈസ് ഇതിലുണ്ട് കേട്ടോ. ഇവർ ബുധനാഴ്ച രാത്രിയാണ് ഇവിടെ ഫ്ലെയർ ഇടുക. ഇത് ചെറിയ നെസ്റ്റോ ആയതുകൊണ്ട് വേഗം സാധനം വാങ്ങിക്കിട്ടാൻ പറ്റും. വലിയ ഹൈപ്പർ മാർക്കറ്റിലാവുമ്പം ഭയങ്കര തിരക്കായിരിക്കും കൗണ്ടറിലെല്ലാം. എല്ലാവരും കഴിച്ചതിൻ്റെ ലാസ്റ്റാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്, കാരണം സാധനങ്ങളെല്ലാം എടുത്തു വെക്കേണ്ടതുകൊണ്ട്. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു കടലക്കറി അടിപൊളിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കറി റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റിലുണ്ട്. അടുത്തതായിട്ട് അലക്കി ആറിയിടലാണ്. അമ്മനാണ് ആറിയിടുന്നത്. പുറത്തെ വ്യൂ കണ്ട വെയിലൊന്നും അങ്ങനെയില്ല, വിൻ്റർ ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഒരു നനവുണ്ട്. പിന്നെ 2 സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ അലക്കി ആറിയിടാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് ഞാൻ ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലുണ്ടല്ലോ കുറച്ച് ചിക്കൻ പീസ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, വേറെ എന്തെങ്കിലും പൊരിക്കുകയെല്ലാം ചെയ്യാമെന്ന് വെച്ചിട്ട്. ഞാൻ എന്തും ഉണ്ടാക്കുന്ന ടൈമിന് ഇങ്ങനെ തന്നെയാണ്, കുറച്ചെടുത്ത് മാറ്റി വെക്കും. ഇനി ഈ ചിക്കൻ എല്ലാം ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു 2
വലിയ തക്കാളി എടുക്കുന്നുണ്ട്, 4 ഉള്ളി എടുക്കുന്നുണ്ട്, അതുപോലെ 4-5 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും. ഇവിടുത്തെ വലിയ വെളുത്തുള്ളിയാണ്, നാട്ടിലത്തെ ചെറുതാണെങ്കിൽ കുറച്ചും കൂടി വേണം. പിന്നെ 3 പച്ചമുളകും മല്ലിച്ചപ്പും കറിവേപ്പിലയും. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കറി വെക്കാൻ വേണ്ടത്. ഇനി ഉള്ളീൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഉള്ളിയെല്ലാം ഫുള്ളായിട്ട് ഞാൻ ഇതുമെല്ലാണ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്, വേഗം പണി കഴിയട്ടാ. അപ്പം ഉള്ളിയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തക്കാളി ഞാൻ മുറിച്ചിടുന്നുണ്ട്. ഒന്നും വാട്ടാണ്ട് എല്ലാം കുക്കറിൽ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എനിക്ക് ഒട്ടും സമയമൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഈ ഒരു കറിയാണ് വേഗം ഉണ്ടാക്കിയെടുക്കല്. നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. ഇതുവരെ ഉണ്ടാക്കാത്ത ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ, അടിപൊളിയാവും, പണിയും എളുപ്പമായി കിട്ടും. 3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, ആ ഈ ഒരു അളവ് തന്നെ എടുത്താൽ മതി കേട്ടോ. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാലപ്പൊടിയും ഉണ്ട്. ഇനി പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്, അത് കൂടുതലാണ്. 1.5 കപ്പ് വെള്ളം മതി കേട്ടാ. ഞാൻ ആക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് വെള്ളം കൂടി പോയിട്ടുണ്ട്. ഇതിൽ തന്നെ കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് കറി കുറച്ച് ടൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ചിക്കനും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും മിക്സ് ആയിട്ട് കറി വെച്ചാലും ഇതേ ടേസ്റ്റ് കിട്ടും. ഉരുളക്കിഴങ്ങെല്ലാം മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റെ കുറവും കൂടിയുണ്ട്. ലാസ്റ്റ് 2 ടേബിൾ സ്പൂണ് നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ, വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഞാൻ ഗ്യാസുമ്മൽ വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. എൻ്റെ കുക്കറിൽ വേഗം വിസിൽ വരും. ഒരു 4-5 വിസിൽ വന്നിട്ടാണ് ഞാൻ നോക്കുന്നത്. ചിക്കനെല്ലാം വേഗം വേകുന്നില്ല, ബീഫ് പോലെയല്ല. ഇനി ആ ഒരു ടൈം കൊണ്ട് ഞാൻ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് 4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്ലാസ് 1 കപ്പ് കറക്റ്റാണ്. 4 കപ്പ് എന്ന് വെച്ചാൽ 1 കിലോനാണ്. ഇനി അരി നന്നായിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഗ്യാസ് നെയ്ച്ചോറ് വെക്കേണ്ടിയിട്ട് ചെമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈം കൊണ്ട് ഇറച്ചിക്കറി ആയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളി, അതുപോലെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, പട്ട, ഗ്രാമ്പ്, 1 ടീസ്പൂണ് പെരിഞ്ജീരകം, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് ഞാൻ നെയ്ച്ചോറിന് എടുത്തിട്ടുള്ളത്. കറാമ്പിൻ്റെ ഇലയും കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഓയിൽ ഒഴിക്കുന്ന ടൈമിൽ തന്നെ ഞാൻ ആർക്കേജും ഇടലുണ്ട്. ഇപ്പം അതില്ലാത്തതുകൊണ്ട് ഇട്ടിട്ടില്ല. ഒരു ടേബിൾ സ്പൂൺ ആർക്കേജ് ഇടലുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഞാൻ ഒന്ന് വഴറ്റുന്നുണ്ട്. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി പോകേണ്ട, ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒന്ന് വഴറ്റിയതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന റേഷ്യോയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു 4 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് കറക്റ്റ് അളവാണ്. ഇതിൽ കൂടിക്കഴിഞ്ഞാൽ നെയ്ച്ചോറ് കഞ്ഞിയായി പോവും. ഇനി വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഉപയോഗിച്ചിട്ടുള്ള അരി ജീരകശാല വയനാടൻ കൈമ അരിയാണ്. ഇവിടുന്ന് ഞാൻ നന്മേൻ്റെ അരിയാണ് മേടിച്ചിട്ടുള്ളത്. നമ്മൾ ബസ്മതി അരി ബിരിയാണിക്ക് എടുക്കലില്ല, അത് മന്തിക്കും കബ്സക്കെല്ലാം ഉപയോഗിക്കല്. ചെറിയ മണി അരി കൊണ്ടാണ് ചോറ് വെക്കല്. ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാനൊന്ന് മൂടി വെക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത്. അതാവുന്ന ടൈം കൊണ്ട് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ എത്രയോ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാവും ബിരിയാണി റെസിപ്പീസിലെല്ലാം. എനിക്ക് ചമ്മന്തി മസ്റ്റാണ്. അതിൽ തേങ്ങയും പച്ചമുളക്, മല്ലിച്ചപ്പ്, ചെറിയ കഷ്ണം ഇഞ്ചി, 1 വെളുത്തുള്ളി, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ മതി. നമ്മളെ ചമ്മന്തി റെഡിയായി കിട്ടും. ഇത് ചെറിയ മിക്സിയിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് അരച്ചെടുക്കുന്നതാണ്. കണ്ണൂർ മലബാർ ബിരിയാണിയിലെല്ലാം മസ്റ്റായിട്ട് ഈ ഒരു ചമ്മന്തി ഉണ്ടാവും കേട്ടോ. ഇതിൽ ലാസ്റ്റ് ഞാൻ വിനാഗിരി സുറുക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ആ ഒരു ടൈം കൊണ്ട് നമ്മളെ നെയ്ച്ചോറ് വിടുക ഒരു ഭാഗം സെറ്റായിട്ടുണ്ട്. ഇനി ഒന്ന് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് വെന്തുക്കോ നമുക്ക് നോക്കാം. ഇതിൻ്റെ മൂടി തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ആ പെരിഞ്ജീരകത്തിൻ്റെയും എല്ലാം കൂടിയിട്ടുള്ള ഒരു മണം വരുന്നുണ്ട്. കറക്റ്റ് വേവാണ് കേട്ടോ. ഈ ഒരു അളവ് തന്നെ എടുക്കണം. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ കഞ്ഞി പോലെ ആയിപ്പോവും. പക്ഷേ ഇത് കറക്റ്റാണ്. പിന്നെ ഇത് ചൂടാലെയാണെങ്കിൽ ഒരു പറ്റുണ്ടാവും കേട്ടോ. ഒന്ന് തണിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായി കിട്ടും, ഡ്രൈ ആയിട്ട് മാറും. അങ്ങനെ നമ്മളെ നെയ്ച്ചോറ് റെഡി ആയിട്ട് ഞാനതൊരു ഭാഗത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മളെ ചിക്കൻ കറീൻ്റെ ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. ഞാനിത് മൂടി തുറന്നിട്ട് നോക്കുന്നുണ്ട് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. വെന്തിട്ടുണ്ടാവും, പക്ഷേങ്കിൽ വെള്ളം കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 2 കപ്പ് എടുത്തിട്ടുണ്ടെന്ന്. 1.5 കപ്പ് എടുത്താൽ മതി. കാരണം എന്ന് വെച്ചാൽ ചിക്കനിലും വെള്ളം ഉണ്ടാവും, ഉള്ളിയും തക്കാളിയിലെല്ലാം വെള്ളം ഉണ്ടാവും. ഒരുമിച്ച് വെക്കുന്നതുകൊണ്ട് അതുകൊണ്ട് അത്ര വേണമെന്നില്ല. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറവേനും. അതുപോലെ ഉലുവ ഞാൻ തൂങ്ങിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഉലുവ തൂങ്ങിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നതോടുകൂടി നമ്മൾ ഇറച്ചിക്കറി പെർഫെക്റ്റായി. അപ്പോൾ കറക്റ്റ്
നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ജോലിക്കെല്ലാം പോകുന്ന ആൾക്കാർക്കെല്ലാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് പോയിട്ട് വന്നിട്ട് കഴിക്കാം, അങ്ങനെയും ചെയ്യാം. ലാസ്റ്റ് ഞാൻ ചമ്മന്തിയിൽ വിനാഗിരി അതായത് സുർക്ക ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അത് ബാക്കി ഉണ്ടേനും. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്ത് മിക്സാക്കി എടുത്തിട്ട് ചമ്മന്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഉണ്ടാക്കാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഒരു ചമ്മന്തി എന്തായാലും ഉണ്ടാക്കി നോക്കുക കേട്ടോ, അടിപൊളിയായിരിക്കും. ഇത് ബിരിയാണിക്കും നെയ്ച്ചോറിനും ഇറച്ചിച്ചോറിനും മജ്ബൂസിനും എല്ലാം സൂപ്പർ ആയിരിക്കും കേട്ടോ. ഇതിൽ എരിവും ഉപ്പും എല്ലാം ചേർന്നിട്ടാണ് ഉണ്ടാവുക കഴിക്കുന്ന ടൈമിന്. ഇനി ലാസ്റ്റ് നെയ്ച്ചോറ് ഞാൻ സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇതിൽ മല്ലിച്ചപ്പും കുറച്ച് ഗരം മസാലയും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബൗള് ഞാൻ ഇറച്ചിക്കറിയും കൂടി ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇറച്ചിക്കറി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തന്നെ എടുക്കണം, ഏത് കറിയാണെങ്കിലും. അപ്പോൾ നമുക്ക് കുറുകി വരികയും ചെയ്യും, കളറും ആയി കിട്ടും. അമ്മന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ നേരെയുള്ള മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്ച്ചോറും ഇറച്ചിക്കറിയും. അവൾ നെയ്ച്ചോറാണെങ്കിൽ നന്നായിട്ട് കഴിക്കും. ബിരിയാണീനെക്കാട്ടെല്ലാം ഇഷ്ടം നെയ്ച്ചോറാണ്, പക്ഷേങ്കിൽ എനിക്ക് ബിരിയാണിയാണ് ഇഷ്ടം. അതും മെയിൻ ചെമ്മീൻ ബിരിയാണി, അതുപോലെ തന്നെ മീൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, അതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിൻ്റെ എല്ലാ റെസിപ്പി ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും കാണാം. ഉച്ചയൂൺ റെസിപ്പീസ് എന്നും പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ എല്ലാം ചോറായാലും നാടൻ ഫുഡായാലും എല്ലാം കിട്ടും. അതുപോലെ തന്നെ കറി റെസിപ്പീസ്, കിഡ്സ് ലഞ്ച് ബോക്സ് റെസിപ്പീസ്, പിന്നെ വ്ളോഗ് എന്ന് വെച്ചാൽ ഇതുപോലത്തെ ഡേ ഇൻ മൈ ലൈഫും അതുപോലെ തന്നെ ട്രാവൽ വ്ളോഗും എല്ലാം ആണ്. ഇതെല്ലാം പ്ലേലിസ്റ്റ് ആക്കി തിരിച്ചിട്ടുണ്ട്. സെർച്ച് ചെയ്ത് ബുദ്ധിമുട്ടണ്ട, പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ബട്ടൺ അടിച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടും. സത്യത്തിൽ നമ്മൾ പോകാൻ വിചാരിച്ചത് റാസൽ കൈമയിലെ മർജാൻ ഐസ്ലാൻഡിലാണ്, പക്ഷേങ്കിൽ ബ്ലോക്ക് പെട്ടുപോയി, അവിടെ ക്ലോസ് ആയി. പിന്നെ നമ്മൾ മരുഭൂമിൻ്റെ മുകളിൽ നിന്നിട്ട് നമ്മൾ ഇതെല്ലാം കണ്ടു. ഇതും റാസൽ കൈമയിൽ തന്നെയാണ് കേട്ടോ.